പാലക്കാട് കണ്ണന്നൂരിൽ മോഷണം പോയ ബൈക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തിരികെ ലഭിച്ചു. എന്നാൽ ബൈക്ക് മോഷ്ടാവിന്റെ കത്താണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ഐ ആം സോറി. ഞാൻ ചേട്ടൻ്റെ വണ്ടി ഒന്ന് എടുത്തുകൊണ്ട് വന്നു. പെട്ടെന്ന് എൻ്റെ കൂട്ടുകാരൻ ആക്സിഡൻ്റായി. കണ്ണൂരിൽ ദൃശ്യ ടയേഴ്സ് സ്ഥാപനം നടത്തുന്ന ദീപുവിന് കിട്ടിയ കത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കത്തിനൊപ്പം ബൈക്കിൻ്റെ താക്കോലുമുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് കത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ആദ്യം കത്ത് വായിക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടു. കാലത്തെണിച്ച് വണ്ടി നോക്കുമ്പോൾ വണ്ടിയില്ല, പക്ഷെ പകരം വണ്ടിൻ്റെ കീയും ഒരു ലെറ്ററുമാണ് ഉള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ വണ്ടി എവിടെ പോയി എന്നുള്ളൊരു ഇതിൽ ടെൻഷനായി. പക്ഷേ അതിൽ ലെറ്ററിൽ തന്നെ എഴുതിയിട്ടുണ്ട് കോട്ടായിലുണ്ട് വണ്ടി എന്നുള്ളത്. വണ്ടി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട്, സോറി ക്ഷമിക്കണം, ഫ്രണ്ടിനൊരു ആക്സിഡൻ്റ് ആയപ്പോൾ കൊണ്ടുപോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ആ ലെറ്റർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ അക്ഷരത്തെറ്റാണ്. ഏതോ ഒരു ചെറിയ പയ്യന് എഴുതിയ പോലെ നമുക്കിത് തോന്നുന്നു. വണ്ടി പെട്രോൾ കഴിഞ്ഞിട്ട് നിന്നതാണ് സംഭവം. അപ്പോൾ പുള്ളി കോട്ടായി വരെ എത്തുമ്പോഴേക്കും എണ്ണ കഴിഞ്ഞു, പക്ഷേ വണ്ടി കംപ്ലൈൻ്റ് ആയെന്നാണ് ആൾ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ശരി, വണ്ടി നമ്മൾ കാലത്ത് പോയി വണ്ടി എടുത്തു, കുഴപ്പമില്ല. പിന്നെ സ്റ്റേഷനിൽ പോയി ഒന്ന് ജസ്റ്റ് പരാതി കാര്യങ്ങളൊക്കെ കൊടുത്ത്. തലേ ദിവസം വീട്ടിൽ ബൈക്ക് വെച്ച് താക്കോലെടുക്കാൻ ദീപു മറന്നു. ഇന്നലെ രാവിലെ വണ്ടി കാണാനില്ലെന്ന് അമ്മ പറയുമ്പോഴാണ് ബൈക്ക് കാണാതായ വിവരം അറിയുന്നത്. അല്ല, എനിക്ക് ഫസ്റ്റ് പ്രാങ്കായിട്ട് തോന്നി. കാരണം നമ്മൾ എല്ലാവരും, കാരണം ചാവിയും ഒരു ലെറ്ററും കൂടി നടുക്കിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രാങ്കായിരിക്കും, അല്ലെങ്കിൽ ആരെയും കളിപ്പിക്കാം. പക്ഷേ ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സോറി ചേട്ടാ, ഞാനൊരു ഫ്രണ്ടിന് ആക്സിഡൻ്റ് ആയി. അപ്പോൾ ഡ്രൈവറിനെ വിളിച്ചു. ഫുൾ അക്ഷരത്തെറ്റാണ് ആ ലെറ്ററിലുള്ളത്. പിന്നെ നോക്കുമ്പോൾ കോട്ടായിലുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് കോട്ടായിലുണ്ട്. അപ്പോൾ പുള്ളിനെ വിളിച്ചപ്പോൾ പുള്ളി അവിടെ വണ്ടി കണ്ടു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഞാനും അച്ഛനും ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോയി വണ്ടി എടുത്ത് കോട്ടയം സ്റ്റേഷനിലൊക്കെ പോയിട്ട് വന്നത്. കത്തിന്റെ അവസാനം ഇങ്ങനെ പറയുന്നു: ഞാൻ പാവപ്പെട്ടവനാ ചേട്ടാ, എനിക്ക് ചേട്ടനെ ഫേസ് ചെയ്യാൻ വയ്യ, കേസ് കൊടുക്കരുത് പ്ലീസ്, സോറി. ബൈക്ക് കിട്ടിയ സന്തോഷത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു സത്യവാങ്മൂലം നൽകി ദീപു സംഭവം അവസാനിപ്പിച്ചു. 2008 മോഡൽ യമഹ R15 ബൈക്കാണ് മോഷണം പോയത്.